ഗൈസ് T20 പരമ്പരയിലെ ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചപ്പം എങ്ങനെയാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളെയൊക്കെ മലക്കം മറിച്ചുകൊണ്ട് രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് മലക്കം മറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ വളരെ ആധികാരികമായിട്ടുള്ള 101 റൺസിൻ്റെ ഒരു വിജയമാണ് സ്വന്തമാക്കിയിരുന്നത്. അതുപോലെ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആദ്യ മത്സരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും 51 റൺസിൻ്റെ T20 ഫോമാറ്റിൽ നോക്കുമ്പം ഒരു ആധികാരികമായിട്ടുള്ളൊരു വിജയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ്, ഇന്ത്യൻ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാവരും അടിവാങ്ങുന്ന ഒരു തരത്തിലേക്കുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. എന്താണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള സൗത്ത് ആഫ്രിക്ക 213-4 എന്ന് പറയുന്നൊരു നല്ല ഒരു സ്കോർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് ചേസ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. അവിടെ ഇപ്പം ഡീകോക്കിൻ്റെ പെർഫോമൻസ് ഏറ്റവും എടുത്ത് പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അത്ര തിളങ്ങാൻ കഴിയാത്ത താരം ഈ ഒരു മത്സരത്തിൽ 46 പന്തിൽ 90 റൺസ് എന്ന് പറയുന്നൊരു മികച്ച പെർഫോമൻസ് നടത്തി. ഇപ്പം ആദ്യത്തെ ഒരു നിമിഷങ്ങളിൽ തന്നെ ഒരു വിക്കറ്റ് നഷ്ടമായിരുന്നു. അതായത് 5ാമത്തെ ഓവറിൽ തന്നെ ഇപ്പം ഹെൻഡ്രിക്സിൻ്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ വന്നവരെല്ലാം ഒരു അത്യാവശ്യം ഒരു എക്സ്റ്റെൻഡഡ് കേമിയോ തന്നെ നടത്തിയിട്ട് ഈ പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയെ സാധിച്ചു എന്നുള്ളതാണ്. ഇനിഷ്യൽ ഓവേഴ്സിൽ നല്ല രീതിയിലാണ് അർഷദീപ് ആണെങ്കിലും അതുപോലെ ബുംറ ആണെങ്കിലും അടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബുംറ ആദ്യത്തെ ഓവറിൽ ഒരു റൺസ് മറ്റേ വിട്ടുകൊടുത്തുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഓവറിൽ അതിനും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അടി വാങ്ങിച്ചിരുന്നു. അത്യാവശ്യം നല്ല സ്കോർ പവർ പ്ലേ സമയത്ത് സെറ്റ് ചെയ്യാനും ആദ്യത്തെ 10 ഓവറിൽ 90 റൺസിന് ഒന്നെന്ന് പറയുന്നൊരു നല്ല നിലയിലെത്താനും ഒക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചിരുന്നു. ഇവിടെ വരുൺ ചക്രവർത്തിയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്ന വിക്കറ്റ് നേടിയെടുത്തത്. ബാക്കി ആർക്കും വിക്കറ്റ് നേടിയെടുക്കാനോ ഒന്നും പിടിച്ചു നിൽക്കാനോ ഒന്നും സാധിച്ചില്ല. അക്സർ ആണെങ്കിലും ഒക്കെ വന്നിട്ട് അടി മേടിച്ചു. എന്നാൽ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇന്ത്യൻ ആരാധകർക്ക് ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടും തോന്നിയിട്ടുള്ളൊരു ഓവർ 11ാമത്തെ ഓവറാണ്. അർഷദീപ് പറഞ്ഞിട്ടുള്ള 7 വൈഡുകളാണ്, 18 റൺസ്, 13 പന്തുകൾ എറിഞ്ഞ് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഓവറായിരുന്നു. ശേഷം വരുൺ ചക്രവർത്തി തന്നെ വേണ്ടി വന്നു അടുത്തൊരു വിക്കറ്റ് എടുക്കാനും, ആക്കത്തിൻ്റെ വിക്കറ്റ് എടുക്കാനും. 26 പന്ത് 29 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു വിക്കറ്റ് നേടി. അതിനുശേഷം വരുണിൻ്റെ ഓവറിൽ തന്നെ ഒരു ഉഗ്രൻ റണ്ണൗട്ടാണ് ജിതേഷ് ശർമ്മ നടത്തിയത്. അത് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഡീകോക്കിൻ്റെ ആ ഒരു ഇന്നിങ്സ് അവിടെ അവസാനിപ്പിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു ഫിനിഷിങ് നടത്താനും ഇപ്പോൾ മില്ലറിനാണെങ്കിലും അതുപോലെ തന്നെ ഫെറേറയ്ക്കാണെങ്കിലും സാധിച്ചു. 16 പന്തിൽ 30 റൺസാണ് ഫെറേറ എടുത്തെങ്കിൽ ഡേവിഡ് മില്ലർ 12 പന്തിൽ 20 റൺസും എടുത്തു. ഇപ്പം എക്കോണമി ഒരേത്ര പരിശോധിച്ച് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഹർഷദീപാണ് നല്ല രീതിയിൽ അടിമേടിച്ചത്. 13.5, അത് 4 ഓവർ 54 റൺസാണ്. ബുംറയ്ക്കും അടിമേടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. 4 ഓവർ 45. വരുൺ ചക്രവർത്തി മാത്രമാണ് 4 ഓവർ 29 റൺസും വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും നേടിയത്. ഇപ്പം അക്സർ 3 ഓവർ എറിഞ്ഞിട്ട് 27 റൺസ്, കുഴപ്പമില്ല. ഹാർദിക് പാണ്ഡ്യ 3 ഓവറിന് 34 റൺസ്, ശിവൻ ദുബെ 2 ഓവറിന് 18. അങ്ങനെ എല്ലാവർക്കും കണക്കിന് അടി കിട്ടി. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിടത്താണ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് സംഭവിക്കുന്നത്. ഇന്ത്യ ഈ ഒരു വലിയ സ്കോറ് മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങി. എന്താണെങ്കിലും ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് ആദ്യത്തെ ഓവറിൽ തന്നെ, ശുഭ്മാൻ ഗില്ല് നേരിട്ട ആദ്യത്തെ ബോളിൽ തന്നെ ഔട്ടായി പോകുന്നൊരു സിറ്റുവേഷനാണ്. ഗോൾഡൻ ഡക്കാണ്, എങ്കിഡിയാണ് ആ ഒരു വിക്കറ്റ് നേടുന്നത്. അതിനുശേഷം അഭിഷേക് ശർമ്മ അതിന് മുമ്പും ശേഷമൊക്കെ ഒരു അടിക്കാമെന്ന് പറയുന്നൊരു പ്ലാൻ തന്നെയാണ്, നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പക്ഷേ 8 ബോളിൽ 17 റൺസ് എടുത്തു. അതായത് രണ്ടാമത്തെ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി പോയി. അത് വലിയൊരു തോതിൽ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട്. കാരണം പവർ പ്ലേയിൽ എങ്കിലും അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ സാധിച്ചേനെ. പിന്നെ അക്സർ പട്ടേലാണ് വന്നത്. അതായത് ആദ്യത്തെ ഗില്ലിൻ്റെ വിക്കറ്റ് പോകുമ്പോൾ തന്നെ അക്സർ പട്ടേലാണ് വന്നത്. പിന്നെ സൂര്യയ്ക്കാണെങ്കിലും പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലൊരു പ്രഷർ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ 6 ഓവറിൽ 51 റൺസാണ് നേടിയെടുത്തത്. ഈ ഒരു സ്കോർ പിന്തുടരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവുള്ളൊരു സ്കോറൊക്കെ വേണം. പക്ഷേ ഇങ്ങനത്തെ വിക്കറ്റ്സും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു. അതായത് 10 ഓവർ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിരുന്ന ഏതാണ്ട് റൺ റേറ്റ് നോക്കുമ്പോൾ റെക്കോർഡ് റൺ റേറ്റ് 13-നൊക്കെ മുകളിലായിരുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് 4 വിക്കറ്റുകൾ പോയി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പ്രതീക്ഷ ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ ഇവരിലൊക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പോലത്തെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പെർഫോമൻസ് ഉണ്ടായില്ല. കാരണം ഹാർദിക് പാണ്ഡ്യ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. 23 പന്തിൽ 20 റൺസ്, ഒരേ ഒരു 6 മാത്രമാണ്, മറ്റ് ബൗണ്ടറികളൊന്നും ഇല്ലാതെ ഒരു കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. തിലക് വർമ്മയാണ് ഈ ഒരു മത്സരത്തിൽ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തിയത്. ഈ മത്സരത്തിലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തത് തിലക് വർമ്മ പാണ്ഡ്യ ഒരു കോമ്പിനേഷനാണ്. ആ ഒരു കോംബോയിൽ 51 റൺസ് 41 ബോളിൽ. എന്നാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂട്ടിന് അടികളൊക്കെ വന്നത് ജിതേഷ് ശർമ്മ, തിലക് വർമ്മ ആ ഒരു കോമ്പിനേഷനിലാണ്. അവർ 21 പന്തിൽ 39 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്. അവിടെയാണ് ഇപ്പം ജിതേഷ് ശർമ്മ 17 ബോളിൽ 27 റൺസ് എടുത്തിരുന്നു. തിലക് വർമ്മ അവസാനം വരെ പിടിച്ചു നിന്നു. 34 പന്തിൽ 62 റൺസ് എടുത്ത് മികച്ച പെർഫോമൻസ് നടത്തി. പക്ഷേ ഇത്രയും വലിയൊരു സ്കോറ്
കൃത്യമായിട്ടുള്ള ഇടവേളകൾ വിക്കറ്റ് നഷ്ടമാകുന്നു. തിലക് വർമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയത് കാരണം അത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു റെക്കോർഡ് റൺ റേറ്റ് എന്ന് പറയുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേടിയെടുക്കണമെങ്കിൽ ഒരു അത്രയും ഒരു അമാനുഷിക പെർഫോമൻസ് നടത്തുക തന്നെ ആവശ്യമായിരുന്നു. എനിവേ അതൊന്നും സംഭവിച്ചില്ല. എസ്പെഷ്യലി ബാറ്റ്മാൻ്റെ ലാസ്റ്റ് ഓവേഴ്സൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പിടിച്ചെറിഞ്ഞു. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ വരെ നേടി. 4 ഓവർ 24 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് അദ്ദേഹം 4 വിക്കറ്റുകൾ നേടുന്നത്. എങ്കിഡി ആണെങ്കിലും ജെയിൻസൺ ആണെങ്കിലും അതായത് റൂത്തോ ആണെങ്കിലും എല്ലാവരും 2 വിക്കറ്റുകൾ വീതം നേടിയിട്ടുണ്ട്. നമ്മളുടെ ബോളേഴ്സിന് ഡെഡ് ഓവേഴ്സിൽ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓപ്പണിംഗ് ഓവേഴ്സിലും അടിമേടിച്ചു, ഡെഡ് ഓവേഴ്സിലും നല്ല രീതിയിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റേഴ്സ് പണിഷ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നിവയെ ഇന്ത്യ അങ്ങനെ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നു. ഇനി 5 മത്സരങ്ങൾ അടങ്ങുന്നൊരു പരമ്പരയാണ്. 2 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു തിരിച്ചുവരവ് അത് സാധ്യമാകണം. ഫേവറിറ്റിസം എടുക്കാതെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് രമേശൻ.